I look at you and it's easy to see. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഇംഗ്ലണ്ടിലെ ഒരു കൊട്ടാരമാണ്. ഇതിൻ്റെ പേര് അലർട്ടൺ കാസിൽ എന്നാണ്. ഇപ്പോൾ ഇവിടെ വരാൻ ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പോൾ ഇത് ട്യൂസ്ഡേയ്സ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അതായത് ഇവരുടെ ടൈമിംഗ് 10 to 1 ആണ്. അപ്പോൾ അത് ഓഫീസ് ടൈമിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റിയില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് ഇതിനായിട്ട് ഞങ്ങൾ എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 10 to 1 ആ ടൈമിങ്ങിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അല്ലാതെ 3 to 4 കൂടെ ഉണ്ട്. 3 to 4 പക്ഷേ ഗൈഡഡ് ടൂറാണ്. അവർ നമുക്കൊരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങളിത് അകത്ത് വന്നിരിക്കുകയാണ്. അവൻ്റെ സൈഡിൽ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. ഒരു ഏക്കർ കണക്കിന് സ്ഥലം, അതിന് ഒത്ത നടുക്കാണ് നമ്മുടെ ഈ അലർട്ടൺ കാസിൽ ഇരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം. അവരുടെ അത് ഗാർഡനും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കുറേ മൂവീസിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുള്ളത് പോലെ. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാം. ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് ആക്ച്വലി ഹെൻറി 6 കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഹെൻറി 6 അതായത് 1457 ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹെൻറി 6ഉം പുള്ളിക്കാരൻ്റെ വൈഫ് എലിസബത്ത് ഓഫ് യോർക്ക് 1486 ജീവിച്ചിരുന്ന ഇവർ രണ്ടുപേരുടെയും സ്റ്റാച്ചു ആണ്. അത് ലൈം സ്റ്റോണിലാണ് തീർത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ അകം മൊത്തവും വുഡ് വർക്കാണ്. അതായത് ഓക്ക് കൊണ്ട് തീർത്ത ഓക്കിൻ്റെ ആർച്ചസും ഓക്ക് കൊണ്ടുള്ള സീലിങ്ങും ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര മനോഹരമാണ് അതിൻ്റെ അകം. സത്യം പറഞ്ഞാൽ മൂവീസിലൊക്കെ ഇങ്ങനത്തെ കൊട്ടാരം കണ്ടിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1066 വില്യം മാലവേർ എന്ന് പറഞ്ഞ ഒരു ആളുടെ പ്രോപ്പർട്ടി ആയിരുന്നു, ഒരു ലാൻഡായിരുന്നു അത് പിന്നെ 1100 ബെനഡിക്റ്റൻ ഇതായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അത് കഴിഞ്ഞ് 1441 ഈ ലാൻഡ് ഓൺ ചെയ്തിരുന്ന കിങ്സ് കോളേജ്, കേംബ്രിഡ്ജിലുള്ള കിങ്സ് കോളേജിൻ്റെ അണ്ടറിലായി. 1544 തിരിച്ചിത് മാൽവേറർ ഫാമിലിക്ക് ഇത് വിറ്റു. അത് കഴിഞ്ഞിട്ട് അവർ 16th century ഒരു ഹൗസ് റീബിൽഡ് ചെയ്യുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് 1713 ആ സമയത്ത് ഉണ്ടായിരുന്ന മാൽവേർ ഫാമിലിയിലെ ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേറെ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു പുള്ളി അത് ഇൻഹെറിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് ആക്ച്വലി പണിതേക്കുന്ന ലോർഡ് മോബ്രെ ആണ്. മോബ്രെ പിന്നെ അതിൻ്റെ കൂടെ 2 ആൾക്കാരും കൂടെ ഉണ്ട്, സെഗ്രേവ് ആൻഡ് സ്റ്റോട്ടൺ. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പണിതാണ് ഇപ്പോൾ കാണുന്നത്. 1834 പിന്നീട് ഈ എസ്റ്റേറ്റ് റോയൽ കനേഡിയൻ എയർഫോഴ്സ് അണ്ടർടേക്ക് ചെയ്തായിരുന്നു, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി. അപ്പോൾ ആ എയർഫോഴ്സിലുള്ള ആൾക്കാരുടെ യൂണിഫോമിൻ്റെ ആ ഒരു ഇതാണ് അവിടെ ഫ്രണ്ടിൽ ഒരു മോഡൽ വെച്ചേക്കുന്നത്. ഈ ഒരു റൂമിൽ ആക്ച്വലി നമ്മുടെ ശാന്താർ മൂവിയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അതായത് ആലിയ ഭട്ടിൻ്റെ സിസ്റ്ററിനെ പെണ്ണ് കാണാൻ വരുന്ന സീനൊക്കെ ഈ ഒരു പോർഷനിലാണ് നടന്നത്. അപ്പം ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ അവകാശി എന്ന് പറയുന്നത് ഡോക്ടർ ഗിറാൾഡ് ഓർത്തർ റോൾഫാണ്. പുള്ളി ഇത് വാങ്ങിക്കുന്നത് 1983 പുള്ളി ഈ ബിൽഡിംഗ് പ്ലസ് 1.5 hectares ഓഫ് ലാൻഡും കൂടെ പർച്ചേസ് ചെയ്തായിരുന്നു. പിന്നീട് 86 42 hectares ഓഫ് ലാൻഡും കൂടെ പർച്ചേസ് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡ്രോയിങ് റൂമാണ്. ഇവിടെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ചൈനീസ് മോഡലിൽ ഒരു സേഫ് ബോക്സ് കാണാം. പിന്നെ ആ മിറേഴ്സ് എന്ന് പറയുന്നത് അത് പ്രത്യേകം കൊണ്ടുവന്നാണ് 3 പീസായിട്ട്. അത് പിന്നെ ഫിക്സ് ചെയ്യാൻ ഏകദേശം 3 months എടുത്തു. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് ഒന്ന് കിങ് ജോർജ് 2ൻ്റെയും ക്വീൻ കരോളിൻ്റെ ആണ്. അപ്പം അവിടെ കാണുന്ന ആ വാൾപേപ്പർ അത് സിൽക്ക് ബേസ്ഡ് വാൾപേപ്പറാണ്. പ്രത്യേകം ഇറ്റലിയിൽ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇതിന് വേണ്ടിയിട്ട്. ഇതിന് റഗ്ഗിനും പിന്നെ അവിടെ ഒരു വെൻറ്റിയൻ ചാൻഡ്ലിയർ ഉണ്ട്. അത് ഒറിജിനൽ ടു ദ ഹൗസാണ്. ഈ ഹൗസ് പണിയുന്ന ആ സമയത്ത് തൊട്ടുള്ള ഒരു ചാൻഡ്ലിയർ. അപ്പോൾ അത് രണ്ടിനും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആ വാൾപേപ്പർ, സിൽക്ക് ബേസ്ഡ് വാൾപേപ്പർ കൊടുത്തേക്കുന്നത്. ഈ മിറർ ആക്ച്വലി ഫിക്സ് ചെയ്യാൻ 3 months എടുത്തു. കുറേ ജിക്സോ പസിൽസ് പോലെ ആയിരുന്നു. കുറേ പീസായിട്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം റീഫിറ്റ് ചെയ്യാൻ 3 months എടുത്തു അവർക്ക്. വേറെ എടുത്ത് പറയേണ്ട ആ മുറിയിൽ ഫയർ എന്ന് പറയുന്നത് മാർബിൾ ഫയർ സറൗണ്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റഗ്ഗ് അത് ചൈനീസ് ബേസ്ഡ് റഗ്ഗാണ്. ലണ്ടനിൽ നിന്ന് ഡോക്ടർ റോൾഫ് പർച്ചേസ് ചെയ്ത റഗ്ഗാണത്. ഇതൊക്കെയാണ് അപ്പം ഡ്രോയിങ് റൂമിൽ. ഇപ്പം നിങ്ങൾ കാണുന്നത് ബോൾ റൂമാണ്. ഈ ഒരു റൂമിൻ്റെ പണി അവർക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് എപ്പോഴും ഒരു എന്താ പറയുക,
ഇൻകംപ്ലീറ്റ് ആയിട്ട് തുടരുന്ന ഒരു റൂമാണിത്. അപ്പോൾ ഇതിന് കുറേ നാളായിട്ട് ബോക്സ് റൂം എന്നാണ് ഈ റൂം അറിയപ്പെട്ടിരുന്നത്. കാരണം സ്റ്റോറേജ് പർപ്പസിന് കുറേ ബോക്സും ലഗേജും ഒക്കെ അവർ സൂക്ഷിച്ചിരുന്ന ഒരു റൂമായിരുന്നു ഇത്. ഇപ്പം 1936 ഇത് സലൂണായിട്ട് യൂസ് ചെയ്തു. കാരണം അവിടെ നല്ല ബ്യൂട്ടിഫുൾ ചാൻഡിലിയേഴ്സും ഫയർ പ്ലേസും എല്ലാം വെച്ചിട്ട് ഇതൊരു സലൂണായിട്ട് യൂസ് ചെയ്തു. അത് പിന്നെ 1965 സെയിലായി. പിന്നെ അത് ഡിമോളിഷ് ചെയ്തിട്ട് പിന്നെ അവർ ബോക്സ് റൂമൊക്കെ ആക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ സീലിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സീലിംഗിലെല്ലാം പ്ലാസ്റ്റർ വർക്ക് ചെയ്തേക്കുവാണ്. പിന്നെ ഇവിടെയും ഒരു മാർബിൾ ഫയർ പ്ലേസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ചാൻഡിലിയേഴ്സ് 2 ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ചുറ്റിനും ഈ കാസലിന് ചുറ്റിനുമുള്ള ഗാർഡനിലേക്ക് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പം ഇതിപ്പം ബേസിക്കലി ഇപ്പം അവർ യൂസ് ചെയ്യുന്നത് ഒരു ഡൈനിങ് ഏരിയ പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ 2022 ആർക്കിയോളജിക്കൽ സർവേ നടന്ന അവർക്ക് കിട്ടിയ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനേഡിയൻ എയർഫോഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് കിട്ടിയത് അവിടുന്ന് മൈനിങ്ങിൽ നിന്ന്. അപ്പം അത് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഭയങ്കര ഇൻട്രിക്കേറ്റ്, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കുറേ വർക്ക്സ് ഉണ്ടായിരുന്നു ഡോറിലൊക്കെ. ഡോറെല്ലാം ഓക്കാണ്, അവിടുത്തെ വുഡ് വർക്കും ഒക്കെ. അപ്പോൾ ആ റൂമിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ആയി. ഇപ്പം അവർ ആ റൂമിൽ ആക്ച്വലി നമുക്കൊരു ചെറിയ ഒരു ഹൈ ടീ പോലെ അറേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. അപ്പോൾ ലൈബ്രറി പണിയുന്നതിൽ ഡോക്ടർ റോൾഫ് ഫേസ് ചെയ്ത ഒരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാം ആൻഡ് കോസി ഫീൽ കൊണ്ടുവരാനായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതും ഈ കാസലിൻ്റെ ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഗോത്തിക് സ്റ്റൈലാണ്. അപ്പോൾ അതിലേക്ക് ഒരു കോസി സ്റ്റൈൽ കൊണ്ടുവരാൻ പുള്ളി കുറച്ച് ബുദ്ധിമുട്ടി. അതായത് വാൾപേപ്പറൊക്കെ ഹാൻഡ് പ്രിൻറ്റഡ് വാൾപേപ്പർ ആയിരുന്നു. ഒറിജിനൽ വുഡ് ബ്ലോക്സിൽ ഹാൻഡ് പ്രിൻറ്റ് ചെയ്ത വാൾപേപ്പേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പ്രത്യേകം സ്റ്റോർ ചെയ്ത് ഒരു ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് റൂമിൽ പ്രത്യേകം സ്റ്റോർ ചെയ്ത് നിർമ്മിച്ച വാൾപേപ്പറുകളാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ റഗ്ഗും അതേപോലെയാണ് പുള്ളി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഹാൻഡ് പ്രിൻറ്റഡ് ആണ്. അപ്പം ഇവിടെ ആക്ച്വലി 2005 ഒരു മേജർ ഫയർ നടന്നായിരുന്നു. അപ്പം അത് ആക്ച്വലി സൗത്ത് വാൾ, ഈ ലൈബ്രറിയുടെ സൗത്ത് വാള് ഓൾമോസ്റ്റ് മൊത്തത്തിൽ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്ക് കേസസ് ഒക്കെ ഒറിജിനലിനെ പോലെ തന്നെ പിന്നീട് അവർ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അതുമല്ല, ഈ ഫയർ വർക്കിൻ്റെ സമയത്ത് ഫോർച്ചുനേറ്റ്ലി അവർ ഈ ഫർണിഷിംഗ് ഒക്കെ കവർ ചെയ്തിട്ടുകൊണ്ട് ഫർണിഷിങ്ങിന് വലിയ ഡാമേജ് ഉണ്ടായില്ല. ഇത് ആക്ച്വലി ഈ ചെസ് ബോർഡ് എന്ന് പറയുന്നത് ഒറിജിനലാണ്. 20 സീലുള്ള ചെസ് സെറ്റാണിത്. പിന്നെ ഈ ഫയറിൽ 20% ഓഫ് സീലിംഗ് നശിച്ചു പോയായിരുന്നു. പക്ഷെ അവർ ഫുള്ളി അത് റീസ്റ്റോർ ചെയ്തു. കാരണം വെള്ളം ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ആ പ്ലാസ്റ്റർ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല, അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അവർ പിന്നീട് അത് ഫുള്ളി റീപ്ലേസ് ചെയ്യുമായിരുന്നു. അതേപോലെ ഇവിടെ ഉള്ള ടേബിൾസിൻ്റെയൊക്കെ അപ്ഹോൾസ്ട്രി മാത്രമേ അവർ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് കൺസർവേറ്ററി ആണ്. ഇത് ഓൾമോസ്റ്റ് സേവ് ആയി ഫയറിൽ നിന്ന്. അപ്പം ഇതൊരു പെർഫെക്റ്റ് ലൊക്കേഷനാണ് ഫോർ പെർഫെക്റ്റ് സെറ്റിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് സെറ്റിംഗ് ആണ്. വിത്ത് അണ്ടർ ഫ്ലോർ പൈപ്സ് ഉണ്ട്. ഹീറ്റിങ്ങിനായിട്ട് അണ്ടർ ഫ്ലോറിൽ പൈപ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ഡൈനിങ് റൂമാണ്. അപ്പം അവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ഫുഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാനായിരിക്കും. അപ്പോൾ ഈ റൂം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി, അതായത് ടോട്ടലി വേപ്പറൈസ് ആയി പോയി. ടോപ്പ് വരെ മൊത്തം വേപ്പറൈസ് ആയി പോയി ഫയറിൽ. ഈ ഒരു റൂമും ആക്ച്വലി ഒറിജിനൽ റൂമിനെ പോലെ തന്നെ സെയിം രീതിയിൽ അവർ പിന്നെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുമായിരുന്നു. ഈ റൂം ശാന്താർ മൂവിയിൽ ഒരു മേജർ റോളാണ്. ഇതിൻ്റെ അകത്താണ് അവർ ഫാമിലി മൊത്തത്തിലിരുന്ന് ഡൈനിങ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഇത് പഴയ രീതിയിൽ തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ അവർ കുറേ കഷ്ടപ്പെട്ടു. കാരണം വളരെ ചെറിയ ഫോട്ടോയിൽ നിന്ന് അത് നോക്കിയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് വലിയ ഇതായിട്ട് പണിതെടുക്കാൻ വേണ്ടിയിട്ട് വലിയതായിട്ട് ആ ഡിസൈൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. അത് റീക്രിയേറ്റ് ചെയ്തെടുത്തത് പോൾ ലൂക്കർ എന്ന് പറയുന്ന യോർക്ക്ഷയറിലുള്ള ഒരാളാണ്, പിക്ചേഴ്സ് നോക്കിയിട്ട്. ഫയർ ആയപ്പോൾ ഉള്ള ഫോട്ടോസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് മെയിൻ ഹോളിൽ തന്നെ ഉള്ള ഗ്രേറ്റ് സ്റ്റെയർസാണ്. അതിൻ്റെ ഓക്ക് റെയിലിങ്ങിലെ
സ്റ്റാർട്ടിങ്ങിലൊരു കാർവിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർവിങ് ഡിസ്ട്രോയ് ആയിരുന്നു. അപ്പോൾ അതൊരു മൗബ്രി ലയണിൻ്റെ ഫേസാണത്. ആ ലയണിനെ അവർ ആക്ച്വലി റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാറ്റേൺ നോക്കിയിട്ട് അതേപോലെ അത് റീപ്ലേസ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ കാർപ്പറ്റ്, ഇതിൽ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു റെഡ് കളർ കാർപ്പറ്റ്. അപ്പം ഈ കാർപ്പറ്റ്സും മെഷീൻ വോവൺ കാർപ്പറ്റ്സ് ആണ്. ഈ കാർപ്പറ്റ്സും ഡാമേജ് ആയിരുന്നു ഫയറിൽ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരത് പക്ഷേ പിന്നെ അത് എല്ലാം വൃത്തിയാക്കി അത് റീപ്ലേസ് ചെയ്തെടുക്കുമായിരുന്നു, സെയിം കാർപ്പറ്റ് തന്നെ. 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേബിൾ ചാൻഡലിയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റെയർസിൻ്റെ 2 സൈഡിലായിട്ട്. അപ്പം ഞങ്ങളിതേ സ്റ്റെയർസ് കയറി മുകളിലേക്ക് പോവാണ്. മുകളിലത്തെ വ്യൂ ആണ്. അപ്പോൾ അവിടെ 2 പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്, മെയിൻലി മേരി മാർഗ്രറ്റ്, അതായത് മോബ്രയുടെ വൈഫും പിന്നെ സെഗ്രീവ് സ്റ്റോട്ടൻ്റെയൊക്കെ പെയിൻറ്റിങ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മുകളിലെ ടോപ്പ് വ്യൂ ആണത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലത്തെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വുഡ് വർക്ക്സ് ഒക്കെ ഉള്ളൊരു കാസിലായിരുന്നു അത്. അപ്പോൾ നമ്മളിത് മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു മേജർ റൂംസ്, അതായത് നമ്മുടെ ബോൾ റൂം, പിന്നെ ഏതാ ഡൈനിങ് ഏരിയ, ലൈബ്രറി, പിന്നെ ഒരു റൂം കൂടെ ഉണ്ടായിരുന്നു, ബില്ലിയേർഡ്സ് റൂം. അത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ മുകളിലുള്ളതെല്ലാം ബെഡ്റൂം സെക്ഷൻസ് ആണ്. പല ടൈപ്പ് ഓഫ് ബെഡ്റൂംസ് ഉണ്ട്. അതായത് പ്രിൻസിൻ്റെ ബെഡ്റൂം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചും കൂടെ റോയൽ ആയിട്ടുള്ള ബെഡ്റൂം, ട്യൂഡർ റൂം, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ബെഡ്റൂംസ് ആയിരുന്നു. അപ്പോൾ മുകളിൽ ഇത് സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരുമാതിരി കോർട്ട്യാർഡ് പോലാണ്. അപ്പോൾ ഇവർ ആക്ച്വലി ഈ വെഡ്ഡിങ് പർപ്പസിനും ഈ കാസിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു അത് കാരണം എല്ലാ ഡേയ്സും ഇത് ഓപ്പൺ ആയിരിക്കത്തില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് മുറീസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, കുറച്ച് ഫസ്റ്റ് ഫ്ലോറിലെ കുറച്ച് ബെഡ്റൂംസൊക്കെ ഒക്യുപ്പൈഡ് ആയിരുന്നു, ഗസ്റ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അല്ലാത്ത റൂംസൊക്കെ നമുക്ക് ഇങ്ങനെ കയറി കാണാമായിരുന്നു. ഇതൊരു ബെഡ്റൂമാണ്, ഇത് ഫസ്റ്റ് ബെഡ്റൂമായിരുന്നു. അപ്പോൾ ഈ റൂമിനകത്ത് ഞങ്ങൾ ഓർത്തു അത് വേറൊരു റൂമാണെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ബാത്റൂമായിരുന്നു. ഒരു ബാത്റൂം സ്പേസാണ്. അതും ഫുള്ളി റഗ്സും കാർപ്പറ്റ്സും നല്ല ഫർണിച്ചേഴ്സും ബാത്ത് ടബും ഒക്കെ വെച്ചിട്ടുള്ളൊരു ബാത്റൂം. അപ്പോൾ ഇവിടുത്തെ വിസിറ്റർ പാസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 7.5 ആണ് അഡൽട്ട്സിന്, ചിൽഡ്രന് ഫ്രീ ആണ്. അതല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഗൈഡഡ് ടൂർ ഉണ്ടെന്ന് 3 to 4. അപ്പം ആ ഗൈഡഡ് ടൂറിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 12 പൗണ്ടാണ് ഒരാൾക്ക്. അപ്പോൾ ഓരോ ടൈപ്പ് ബെഡ്റൂമിനും ഓരോ പേരുണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫുൾ റെഡ് വാൾപേപ്പറുള്ള ഈ ബെഡ്റൂമിൻ്റെ പേര് ഗോത്തിക് ബെഡ് ചേംബർ എന്നാണ്. ഇത് കുറച്ചും കൂടെ ഒരു റോയൽ ലുക്കുള്ളൊരു ബെഡ്റൂമായിരുന്നു. കുറേ വുഡ് വർക്കുള്ള ഫർണിച്ചേഴ്സും ഈവൻ ഫയർ പ്ലേസ് വരെ വുഡിലായിരുന്നു ചെയ്തിരുന്നത്. ഒരു ചാൻഡലിയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡൻ വ്യൂ ഉള്ളൊരു റൂമായിരുന്നു. ഈവൻ ഡോറിൻ്റെയൊക്കെ ഫ്രെയിം വരെ നല്ല ഇൻട്രിക്കേറ്റ് വർക്ക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഈ ഒരു റൂമിൻ്റെ പേര് ട്യൂഡർ ബെഡ് ചേംബർ 1 ആണ്. ഇവിടെ വാളിൽ വാൾപേപ്പറൊന്നുമില്ല. ഇവിടെ നല്ലൊരു ഗാർഡൻ വ്യൂ ഒക്കെ ഉള്ളൊരു റൂമാണ്.
ഒരു വുഡൻ ഫയർ പ്ലേസ് ഒക്കെ ആയിട്ട് ആ വുഡൻ ഫയർ പ്ലേസിൻ്റെ അവിടെ തന്നെ സോൾജിയേഴ്സിൻ്റെ 2 പെയിൻറ്റിങ്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു 2 സൈഡിൽ. അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ടെമ്പിൾ ഓഫ് വിക്ടറി നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇതാണ് റിയൽ ട്യൂഡർ റൂം എന്നറിയപ്പെടുന്നത്. ഈ ട്യൂഡർ റൂമിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ടെമ്പിൾ ഓഫ് വിക്ടറിയുടെ വ്യൂ കിട്ടും. അപ്പോൾ ഈ ടെമ്പിൾ ഓഫ് വിക്ടറി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹില്ല് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഉള്ളൊരു ചെറിയൊരു ടോംബാണ് ഈ ടെമ്പിൾ ഓഫ് വിക്ടറി. അപ്പം ഇവിടെ കുട്ടികൾക്ക് ഒരു നഴ്സറി റൈമുണ്ട്. ദ ഗ്രാൻഡ് ഓൾഡ് ഡ്യൂക്ക് ഓഫ് യോർക്ക് ഹു ഹാഡ് 10,000 men എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നഴ്സറി റൈമുണ്ട്. അപ്പോൾ ആ റൈമിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്ന ഈ ഗ്രാൻഡ് ഓൾഡ് ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെമ്പിൾ ഓഫ് വിക്ടറിയും സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ട്യൂഡർ റൂം എന്ന് പറയുന്നത് ആക്ച്വലി ഗോത്തിക് റൂം എന്നും അറിയപ്പെടും. ഇത് ആക്ച്വലി ക്വീനിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വീൻ സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വീൻ്റെ ഡ്രസ്സിങ് റൂമായിരുന്നു. ഇതാണ് പ്രിൻസ് ഫ്രെഡറിക് റൂം. ഇത് നല്ലൊരു റോയൽ റൂമായിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ, നേവി ബ്ലൂ കളർ വാൾപേപ്പറൊക്കെ ഫിറ്റ് ചെയ്ത കുറേ മിറേഴ്സും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഫാൻസി റോയൽ റൂമായിരുന്നു. അപ്പം ഈ റൂമിൻ്റെ പേര് സ്റ്റേറ്റ് ബെഡ് ചേംബർ എന്നാണ്. അപ്പോൾ ഈ റൂമിൽ വെച്ചിട്ട് നമ്മുടെ ശാന്താറിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഷോർട്സ് കണ്ടവർക്കറിയാം. അപ്പോൾ സഞ്ജയ് കപൂറും പിന്നെ ആലിയ ഭട്ടും കൂടെ ഉള്ളൊരു സീക്വൻസ്, ഒരു ലെങ്തി സീക്വൻസ് ഈ റൂമിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം ഈ കാണുന്ന കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ക്വീൻ എലിസബത്ത് അവരുടെ കൊറോണേഷൻ ടൈമിൽ, അതായത് അവർ ക്വീൻ പദവി സ്വീകരിക്കുന്ന ടൈമിൽ അവരിട്ടിരുന്ന ഡ്രസ്സാണ് അത്. അപ്പോൾ 2016 ഡോക്ടർ റോൾഫ് ഇത് ഫൗണ്ടേഷന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫൗണ്ടേഷൻ അണ്ടറിലാണ്. അങ്ങനെയാണ് എല്ലാവർക്കും ആക്സസിബിൾ ആയത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് റൂം. ഇത് ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ് ബെഡ് ചേംബർ ആ റൂമിനെ സിമിലർ ആയിട്ടുള്ളൊരു റൂമായിരുന്നു. ഈ റൂമിൻ്റെ പേര് സ്റ്റേറ്റ് ഡ്രസ്സിങ് റൂം എന്നാണ്. മറ്റേത് സ്റ്റേറ്റ് ബെഡ് ചേംബർ, ഇത് സ്റ്റേറ്റ് ഡ്രസ്സിങ് റൂം. അപ്പോൾ ഈ 2 റൂമും കണക്റ്റഡ് ആയിരുന്നു. അതായത് ബെഡ് ചേംബറിൽ നിന്ന് ഡ്രസ്സിങ് റൂമും കണക്റ്റഡ് ആണ്. ഇപ്പം നെക്സ്റ്റ് റൂമിലോട്ട് പോകുന്ന ഒരു ചെറിയ നാരോ പാസേജ് പോലെയായിരുന്നു. ഈ റൂം ഇവിടുത്തെ ഏറ്റവും റോയലായിട്ടുള്ള റൂമാണ്. ഈ റൂമിൻ്റെ പേര് പാലസ് സ്യൂട്ട് ബെഡ് ചേംബർ എന്നാണ്. പാലസ് സ്യൂട്ട് ബെഡ് ചേംബർ. അപ്പോൾ അവിടുത്തെ ആ ഒരു വാർഡ്രോബ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫുൾ ഗോൾഡൻ ഷെയ്ഡിൽ ഭയങ്കര വർക്കൊക്കെ ആയിട്ട് മിറേഴ്സൊക്കെ പ്ലേസ് ചെയ്ത്. അപ്പോൾ ഈ റൂമിലും നമ്മുടെ ശാന്താറിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ആ റൂമിൻ്റെ അകത്തെ വാഷ്റൂമാണ്. വാഷ്റൂമിൻ്റെ അകത്തും പെയിൻറ്റിങ്സും ഫയർ പ്ലേസും ചെയർസൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി വിസിറ്റേഴ്സിന് ഓപ്പൺ ആയിട്ടുള്ള ലാസ്റ്റ് റൂം. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. ബില്ലിയാർഡ്സ് റൂമാണിത്. ബില്ലിയാർഡ്സ് പ്ലേ ചെയ്യുന്ന റൂമാണ് ഓഫ് കോഴ്സ്. അപ്പം
ഒരു മാൻലി റൂമായിരുന്നു. അതായത് അവിടുത്തെ പെയിൻറ്റിങ്സും അവിടുത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ ഒരു മാൻലി ടച്ചായിരുന്നു അതിൻ്റെ അകത്ത്. ഹണ്ടിൻ്റെ ഒക്കെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിരുന്നത് അവിടെ. അപ്പം വോൾസ് എല്ലാം റെഡ് പെയിൻറ്റ്, ഡീപ്പ് റെഡ് പെയിൻറ്റഡ് ആയിരുന്നു. പിന്നെ ഒരു വിക്ടോറിയൻ ലെതർ റോൾഡ് ഫിനിഷിൽ ചെയ്തേക്കുന്ന വോൾസ് ആയിരുന്നു. മൊത്തം ഒരു ജോർജിയൻ കളർ ഷെയ്ഡ്സാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ സ്ലാബ് ബില്ലിയർഡ് ടേബിൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമിൻ്റെ മിഡിലായിട്ട്. പിന്നെ അവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു. അത് 19C പണിത ഫയർ പ്ലേസ് ആണ്. പിന്നെ അവിടെയുള്ള ടേബിൾ ലാംപ്സ് ഒക്കെ ഗോത്തിക് സ്റ്റൈലിലുള്ള ടേബിൾ ലാംപ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഗാർഡന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൊട്ടാരത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദയവായി കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.